നിപ സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ അതീവമായ ജാഗ്രതയാണ്. രോഗബാധിതനായ 43-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലവും ഇന്ന് വരും. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ കോഴിക്കോടും ഇന്ന് ഉന്നതതല യോഗം ചേരും. അതേസമയം നിപ ചികിത്സയ്ക്കുള്ള റെംഡെസിവിർ മരുന്ന് സ്റ്റോക്കില്ലാത്തതിനാൽ മരുന്ന് ലഭ്യമാക്കാൻ സംസ്ഥാനം ICMR-നോട് ആവശ്യപ്പെട്ടു. വർഷ ഗിരീഷസ്, വിനേഷ് കുമാർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. ആദ്യം വർഷയിലേക്കാണ്. വർഷ, ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കാർക്കും ഇതുവരെ നിപ സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി അത് ഉണ്ടാവാതിരിക്കട്ടെ. സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് താൽക്കാലിക ആശ്വാസമാണെങ്കിലും ഈ പറയുന്ന സമ്പർക്ക പട്ടികയിൽ ഏത് രീതിയിലുള്ള കർശന നിരീക്ഷണം, ജാഗ്രതയാണ് പുലർത്തുന്നത് വർഷ? ഹാഷ്മി, രോഗം സ്ഥിരീകരിച്ച 43-കാരൻ ഇപ്പോഴും അതീവ ഗുരുതരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരവും. അതേസമയം കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഐസൊലേഷൻ വാർഡിന് ചുറ്റുമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാവിത്രി സാബു വാർഡിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ഈ പ്രത്യേക വാർഡിന് സമീപം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പരിസരത്തെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്തു പോകുന്ന രോഗികൾ മെയിൻ ഗേറ്റിലൂടെ പോകണമെന്നുള്ള കാര്യം കൂടെ സൂപ്രണ്ട് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായി ഇന്നിപ്പോൾ 10:30 കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. DMO-യും മെഡിക്കൽ അധികൃതരും, അതായത് മെഡിക്കൽ പ്രിൻസിപ്പൽ, സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ടായിരിക്കും യോഗം ചേരുക. അതിനുശേഷമായിരിക്കും 12 മണിക്ക് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുക. ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ കാര്യങ്ങൾ വിലയിരുത്താനാണ് സാധ്യത. എന്തായാലും ഈ 43-കാരനുമായി രോഗം സ്ഥിരീകരിച്ച 43-കാരനുമായി ബന്ധപ്പെട്ടുള്ളവരുടെ ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിലെല്ലാം ഇന്ന് ചേരുന്ന യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് കരുതുന്നത്. കാരണം ഒരുപാട് സമ്പർക്ക പട്ടിക ഉണ്ടെന്നാണ് നിലവിൽ കരുതുന്നത്. ഇദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ടെല്ലാം പലയിടങ്ങളിലും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുമായി സമ്പർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഈ പനി വന്ന ശേഷം ഈ രോഗം സ്ഥിരീകരിച്ച ആൾ നിരവധി ആശുപത്രികളിൽ പോയിട്ടുണ്ട്. അവിടെയുള്ള ജീവനക്കാരോടും എല്ലാം ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ രോഗത്തിന്റെ സോഴ്സ് അറിയാൻ കഴിയാത്തത്, നേരത്തെയും നിപ്പയുടെ സോഴ്സ് കൃത്യമായി നമുക്ക് ഇപ്പോഴും എവിടെ നിന്നാണെന്ന് കൃത്യമായി പറഞ്ഞാൽ അറിയില്ല. വവ്വാൽ എന്നുള്ളത് നമ്മുടെ നിഗമനമാണ്. ഇയാൾ ക്ലീനിങ് ജോലിക്കായി അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു ഗോഡൌൺ ക്ലീൻ ചെയ്യാൻ പോകുന്നു, അവിടെ വവ്വാൽ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. സോഴ്സിനെ പറ്റി ഏതെങ്കിലും അല്ലെങ്കിൽ സ്രോതസ്സിനെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഇപ്പോഴും ഉണ്ടോ വർഷ? ഹാഷ്മി, ഈ ഉറവിടം സംബന്ധിച്ചുള്ള സൂചന മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്പം മുമ്പ് നമ്മൾ ഈ രോഗം സ്ഥിരീകരിച്ച ആളുടെ ബന്ധുവുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഇദ്ദേഹം ഒരു ഗോഡൌൺ വൃത്തിയാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു ഡിറ്റർജന്റ് എല്ലാം നിർമ്മിക്കുന്ന കമ്പനി നടത്തുന്ന ഒരാളാണെന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ കമ്പനിയുടെ ഗോഡൌൺ വൃത്തിയാക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇക്കാര്യമൊന്നും ഉറപ്പുള്ള കാര്യമല്ല. ഇത് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. എന്തായാലും ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഒരു ഒഴിഞ്ഞ കെട്ടിടം വൃത്തിയാക്കിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അതാണോ എന്നുള്ള കാര്യം എന്നാൽ വ്യക്തമല്ല. എന്തായാലും ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പുള്ളത്. മുൻപുള്ള നിപ കേസുകളുമായി ബന്ധപ്പെട്ടും ഇക്കാര്യം തന്നെയായിരുന്നു ഏറ്റവും ആശങ്ക നൽകിയത്. കൃത്യമായി ഉറവിടം കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ കോഴിക്കോട് ജില്ലയിലാണ് പ്രധാനമായും നിപ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴും ആരോഗ്യവകുപ്പിന്റെ ആശങ്ക എന്ന് പറയുന്നത് കൃത്യമായ ഒരു ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. കൃത്യമായ ഒരു ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ അതെങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിൽ വരുന്നു, വവ്വാലുകൾ എന്നുള്ളതൊരു പ്രാഥമിക നിഗമനം മാത്രമാണ്. അതിൽ തന്നെയാണോ എന്നുള്ള കാര്യം ആഷ്മി പറഞ്ഞ പോലെ വ്യക്തമായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉറവിടം എവിടെയാണെന്നുള്ള കണ്ടെത്തുക തന്നെയാണ്. ഓക്കെ, വർഷാകേഷ് വിവരങ്ങളുമായി ചേർന്നു. 10 തവണയും 38 പേർ കേരളത്തിൽ നിപ ബാധ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമുക്കത് അത് വവ്വാലാണ് എന്ന പ്രാഥമിക നിഗമനം മാത്രമേ ഉള്ളൂ. നമുക്ക് തെളിവ് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു അടഞ്ഞു കിടക്കുന്ന ഗോഡൌൺ ഇയാൾ ക്ലീൻ ചെയ്യാനായി തുറന്നപ്പോഴേക്ക് പൊടിപടലം വല്ലാതെ പടർന്നു. അതിൽ നിന്ന് എന്നൊക്കെ രോഗി പറഞ്ഞതായ ചില വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വവ്വാൽ തന്നെയാണോ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നൊരു പക്ഷേ നമുക്ക് സ്ഥിരീകരണത്തിലേക്ക് ഒരു പക്ഷേ ഈ കേസിൽ എത്തിയേക്കാനും ചാൻസ് ഉണ്ട്. എസ് വിനേഷ് കുമാർ കൂടി ചേർന്നു. വിനേഷ്, മരുന്ന് സ്റ്റോക്കില്ലാതായി പോകുന്നത് എങ്ങനെയാണ്? ആദ്യം, രണ്ടാമത് സ്റ്റോക്ക് വരുത്താൻ നടപടികൾ എങ്ങനെയാണ്? അത് ചികിത്സയിൽ പ്രതിസന്ധിയാവുമോ വിനേഷ്?
ഹാഷ്മി, ഇത് ചികിത്സയിൽ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണ ഇതിന്റെ ഒരു മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ കഴിഞ്ഞ 2018 ആദ്യമായി കോഴിക്കോട് നിപ്പ ഔട്ട്ബ്രേക്ക് ആവുന്നത്. അത് ജാനകിക്കാട്ടിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ആ കുറ്റ്യാടി ഭാഗത്തുള്ള പേരാമ്പ്ര ഭാഗത്തുള്ള ജാനകിക്കാട്ടിൽ നിന്നാണ്. കാട്ടിൽ പോയ ഒരു യുവാവിൽ നിന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ അങ്ങനെ തുടർച്ചയായി ഇത്തരം കേസുകൾ വരുന്നത്. ആ സമയത്ത് റിബാവൈറിൻ എന്ന മെഡിസിൻ ആയിരുന്നു കൊടുത്തിരുന്നത്. ഒപ്പം തന്നെ മോണോക്ലോണൽ ആന്റിബോഡീസ് 102ഉം അതുപോലെ തന്നെ 104ഉം ആയിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ കുറച്ചുകൂടെ ഫലപ്രദമായ രീതിയിലേക്ക് എത്തിയപ്പോഴാണ് റെംഡെസിവിർ എന്ന മരുന്നിലേക്ക് എത്തുന്നത്. അത് കുറച്ചുകൂടി ഫലം കണ്ടിരുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഇടപെടലുകൾ നടത്തുകയും ചികിത്സാ സംഘത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത് ഈ റെംഡെസിവിർ ആണ് കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന്. കാരണം അത് ആവശ്യത്തിന് ആ സമയങ്ങളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത് ഈ ആന്റിവൈറൽ രോഗങ്ങൾക്കെല്ലാം തന്നെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഔഷധം കൂടിയാണ്. അത് നമുക്കറിയാം, കോവിഡ് സമയത്തും ഇത് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതിന്റെ സ്റ്റോക്കില്ല, ഇതിന്റെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ എവിടെയും തന്നെ കാര്യമായി ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെയും തന്നെ ഇതുവരെയും ഇത് സ്റ്റോക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നൊന്നും സാധനം കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ICMR-ഉമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ മറ്റെവിടെയെങ്കിലും ICMR-ൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ യഥാസമയം തന്നെ അത് കോഴിക്കോട് എത്തിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല ഇയാൾ ഒരു ഇൻക്യുബേഷൻ പീരീഡിന്റെ അവസാന ഘട്ടത്തിലാണ്, കുറച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ റിബാവൈറിൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ മോണോക്ലോണൽ ആന്റിബോഡീസും ഒപ്പം തന്നെ റെംഡെസിവിറും കൊടുത്താൽ ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില വെച്ച് മോണോക്ലോണൽ ആന്റിബോഡീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആന്റിബോഡി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ആരോഗ്യനില ഈ രോഗിക്ക് ഇല്ല എന്നും പറയുന്നുണ്ട്. ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ മെഡിസിൻ എത്തിക്കാനുള്ളൊരു നടപടി ഉണ്ടാവും. ഇന്ന് 12 മണിയോടുകൂടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഈ ICMR-നോട് മരുന്ന് ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യം ഇതിൽ ചർച്ച ചെയ്യും. റെംഡെസിവിർ നമ്മൾ നേരത്തെ കേട്ടു, കോവിഡ് കാലത്ത് നമ്മൾ നേരത്തെ ആ മരുന്നിന്റെ പേര് കേട്ടുള്ളതാണ്. അപ്പോൾ മരുന്ന് സ്റ്റോക്കില്ല, ആ മരുന്നാണ് റിബാവൈറിനേക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുക എന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു. പക്ഷേ മരുന്ന് സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ മരുന്ന് എത്തിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കോഴിക്കോടാണ് വീണ്ടും അത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സമ്പർക്ക പട്ടിക ഉണ്ട് എന്ന് തന്നെ അറിയാൻ കഴിയുന്നു. അപ്പോൾ അതിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുക, കൂടുതൽ ആളുകളെ നിരീക്ഷിക്കുക. എന്തായാലും ഈ 2 മക്കളടക്കമുണ്ട്. അപ്പോൾ അവർക്കടക്കം ഏതെങ്കിലും തരത്തിൽ നിലവിൽ നിപ്പയോട് ഒരു സൂചനയില്ല എന്നുള്ളത് ഭാഗ്യമാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.